മാന്യ പ്രേക്ഷകർക്ക് കേരള ഫയൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. കുറച്ച് വർഷങ്ങളായി തീർത്താലും തീരാത്ത ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെരുവുനായ ശല്യം. പലവിധ പ്രതിവിധികൾ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും തെരുവുനായ ശല്യം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. കേരള ജനതയെ മാത്രമല്ല ഇന്ത്യ മുഴുവനും തെരുവുനായ ശല്യത്തെ നേരിടുന്നുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ തെരുവുനായ ആക്രമണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്ന് ഈ തെരുവുനായ ശല്യത്തിൻ്റെ കേസ് സുപ്രീം കോടതി വരെ എത്തി. അനുഭവസ്ഥരുടെ വാക്കുകൾക്ക് മൂർച്ചയേറും. തെരുവുനായ ശല്യം ഒരു പൊതുശല്യമാണെന്ന് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും സാധാരണ ജനങ്ങളും ഉറക്കെ പറയുന്നുണ്ടെങ്കിലും ജോബി പട്ടികടിക്ക് വിധേയനായി. പട്ടികടി കൊണ്ട ആ വ്യക്തിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മെയ് 16-ാം തീയതിയാണ് എന്നെ പട്ടി കടിച്ചത്. അതായത് പണിസ്ഥലത്ത് നിന്ന് പണി കഴിഞ്ഞ് വൈകിട്ട് 5 മണിയോടുകൂടി ഞങ്ങൾ മാർക്കറ്റിൻ്റെ ബാക്കിലൂടെ വെട്ടേട് സ്വദേശിയാണ്. മാർക്കറ്റിൻ്റെ ബാക്കിലൂടെ പോകുമ്പോൾ പട്ടി ചാടി കടിക്കായിരുന്നു. ആ പട്ടി കടിക്കുന്നത് പേപ്പട്ടിയാണെന്ന് എനിക്ക് അപ്പോൾ അറിയാൻ മനസ്സിലായിരുന്നു. ആ പട്ടി 14 വരെ ചാടി കടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിമേ പോയ 13 പേരും നടന്നു പോയ ഒരു വ്യക്തിയാണ് കടിച്ചിരുന്നത്. കുട്ടികൾ തുടങ്ങി കാരണന്മാർ വരെയുള്ള ആൾക്കാർ കടിച്ചിട്ടുണ്ട്. ഈ പട്ടി കടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ ആ പട്ടി കടി കൊണ്ടവനോ അതിൻ്റെ വേദന അറിയുള്ളൂ. വേദന അറിയാൻ എൻ്റെ കാലുമേ 5 പല്ല് കൊണ്ടാണ് ഇത് കടിയേറ്റ് ഞരമ്പിൽ കടിയേറ്റിട്ട് ഇൻഫെക്ഷനായി. ആ ഒരു 2 മാസം ഞാൻ അനുഭവിച്ച വേദന 1-1.5 വേദനയായിരുന്നു. ജോലി കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ പട്ടി ചാടി കടിച്ചിരുന്നത്. ചാടി കടിച്ചിട്ട് വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന ആൾക്കാരാണ് ചാടി കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടി. കടിച്ച് കഴിഞ്ഞിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പട്ടീനെ ചാടി കടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടുത്തെ കൗൺസിലറുടെ കാര്യം പറഞ്ഞിട്ടും കൗൺസിലർ തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല. അവിടെ ഞങ്ങളെ പണിക്കാർ എൻ്റെ കൂടെ പണിയുന്ന ആൾ കൂടെ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തി കഴിഞ്ഞിട്ട് ഈ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഒടുക്കത്തെ വേദനയായിരുന്നു. വേദന എന്ന് പറയാൻ സഹിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ വേദന ഒരു 2 ആഴ്ച നല്ല വേദനയായിരുന്നു. അതായത് ഒരു 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളം റെസ്റ്റ് വന്നു. ഇപ്പോൾ കാലിൻ്റെ ഞരമ്പ് ഭയങ്കര വേദന വരണം. അതായത് കാല് പൊന്തിക്കുമ്പോൾ ഞരമ്പ് കൂട്ടിപ്പിടുത്തത്തിൽ ഉരുണ്ടിരിക്കണം ഞരമ്പ്. അങ്ങനെ ഒരു വേദന വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഓടാൻ പറ്റും തോന്നുന്നു, പക്ഷേ ഓടാൻ പറ്റില്ല. സ്പീഡിൽ നടക്കാൻ തോന്നും, പക്ഷെ നടക്കാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണം. ഒരു വ്യക്തിയെ പട്ടി കടിയേറ്റാൽ റാബിക്സ് അല്ലാതെ ബാക്കി എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരും, ചികിത്സകൾ ഏതൊക്കെ ചെയ്യേണ്ടി വരും, ഈ വക കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് കേൾക്കാം. അതായത് തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ റാബീസ് എന്നൊരു അസുഖം ഒരു മാരകമായ അസുഖമാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധികളായിട്ട് IDRV എന്ന വാക്സിനും അതുപോലെ തന്നെ സീറം ഉൾപ്പെടെയുള്ള മരുന്നുകൾ നമ്മുടെ ആശുപത്രിയിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ റാബീസ് എന്ന് പറഞ്ഞ ഒരു മാരകമായ അസുഖമാണ്. അതെടുത്തേ പറ്റൂ. അതുകൂടാതെ അതിന് മറ്റു ചില ആസ്പെക്റ്റുകളുണ്ട്. അതായത് ഒരു തെരുവുനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടിയേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചുറീസ് അത് ഏത് തരത്തിൽ വേണമെങ്കിലും വരാം. ഉദാഹരണത്തിന് സ്കിന്ന് മാത്രമല്ല, മസിൽസ്, ഞരമ്പുകൾ, രക്തക്കൊഴലുകൾ, ഈവൻ ബോണുകൾക്കും ജോയിനുകൾക്കും പോലും പരിക്കുകൾ പറ്റാറുണ്ട്. മാത്രമല്ല ഈ പരിക്കുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവുനായയുടെ വായിൽ നിന്ന് വരുന്ന ഓർഗാനിസംസ് വളരെ മോശപ്പെട്ട, അതായത് പോളി മൈക്രോബിയൽ ഓർഗാനിസം ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമൂലമുണ്ടാകുന്ന പഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിവിയറാണ്. പ്രത്യേകിച്ച് ഷുഗറുള്ള പേഷ്യൻസിനും അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനും ഉണ്ടാകുന്ന പഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിവിയറാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് കെടുത്തി തന്നെ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. തെരുവുനായ കടിയേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായി ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതും കൂടെ ഈ രോഗികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിങ്ങനത്തെ ഒരു കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രാഥമിക ചികിത്സ എന്ന നിലയിൽ നമ്മുടെ വീട്ടുകളിൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗിയെ സോപ്പും വെള്ളവും, അതായത് നമ്മൾ അലക്കുന്ന സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ, അതായത് ടാപ്പ് വാട്ടറിൽ ഒരു 20 മുതൽ 30 മിനിറ്റോളം നന്നായിട്ട് വാഷ് ചെയ്യുക, നന്നായിട്ട് കഴുകിക്കളയുക ആ സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം ഏറ്റവും പെട്ടെന്നുള്ള ആശുപത്രിയിൽ എത്തിയിട്ട് അതിനുള്ള ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലെല്ലാം അതിനുള്ള വാക്സിനും ചില സെലക്റ്റഡ് ആശുപത്രിയിൽ അതിനുള്ള സീറം ഉൾപ്പെടെയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇന്ത്യയിലെല്ലായിടത്തും ഒരേപോലെ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് തെരുവുനായ
ഈ തെരുവുനായ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള നടപടിക്രമങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ചെയർമാൻ ഷിബു ആലപ്പൻ നമ്മോടൊപ്പമുണ്ട്. തെരുവുനായ ശല്യത്തെ നിയന്ത്രിക്കാനും പരിധിയിലാക്കാനും അദ്ദേഹത്തിൻ്റെ കീഴിലെ മുനിസിപ്പാലിറ്റി എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ എന്നുള്ളതിനെക്കുറിച്ച് ചെയർമാനിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുള്ള ഒരു വിഷയമാണ് തെരുവുനായി, അതിൻ്റെ ശല്യവും അത് വർദ്ധിച്ചു വരുന്നതും അതുമൂലമുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. കുറേ കാലങ്ങളായി തെരുവുനായ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലെല്ലാവിടെയും ഉണ്ട്. നിയമപരമായ നിരവധി തടസ്സങ്ങളും അതിൻ്റെ ഭാഗമായി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുണ്ടാകുന്ന പ്രായോഗിക പ്രയാസങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രീതിയിൽ നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഒരല്പ ആശ്വാസം ഈ അടുത്ത അവസരത്തിൽ സുപ്രീം കോടതിയുടെയൊക്കെ വിധിയുടെയൊക്കെ ഭാഗമായി തെരുവുനായെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ അവ വർദ്ധിച്ചു വരാതിരിക്കുന്നതിന് ആവശ്യമായ ചില ക്രമീകരണങ്ങൾ നടത്തുന്നതിനും അതിന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചില അധികാരങ്ങളും ഒക്കെ നൽകുന്ന, നമുക്ക് ആശ ഉണ്ടാക്കുന്ന ചില നീക്കങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്നിരുന്നാലും അത് പൂർണ്ണമായും നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായി കൂടി എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിത് നേരത്തെയൊക്കെ തെരുവുനായകളുടെ സാധാരണയായിട്ടുണ്ടാകുന്ന ശല്യങ്ങളും അതുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ സാധ്യമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് അതിന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സമീപ കാലഘട്ടത്തിൽ തെരുവുനായയുടെ ആക്രമണവും അതുമായി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവവും ആക്രമണം ഉണ്ടായ തെരുവുനായ്ക്കളിൽ പലതും പേവിഷബാധയായി വന്നതും അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് ആശങ്കയുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഈ സമീപ കാലഘട്ടങ്ങളിൽ പലതവണ ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ നഗരസഭ എന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി നമ്മൾ അടിയന്തരമായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരുവുനായയുടെ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ സമീപത്തുള്ള തെരുവുനായ്ക്കളെ അല്ലെങ്കിൽ അതിൻ്റെ കടിയേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടാകുകയും ചെയ്തു എന്ന് കരുതിയ തെരുവുനായ്ക്കളെ പരമാവധി നമ്മൾ പിടിക്കുകയും അത് നമ്മൾ കുറേ ദിവസങ്ങളൊക്കെ അവയെ നിരീക്ഷിക്കുകയും അതിൽ ചിലത് നമുക്ക് ആക്രമണകാരികളാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ അതിനെ ഷെൽട്ടറുകളിലേക്ക്, മറ്റിടങ്ങളിലുള്ള ഷെൽട്ടറുകളിലേക്ക് നീക്കുന്നതിനൊക്കെ ആവശ്യമായ നടപടികൾ കൗൺസിലും നഗരസഭയും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ചാലക്കുടി നഗരസഭയിൽ കഴിഞ്ഞ വർഷം മുഴുവൻ തെരുവുനായ്ക്കൾക്കും വാക്സിനേഷൻ, എനിക്ക് തോന്നുന്നു ഏകദേശം 500ഓളം തെരുവുനായ്ക്കൾക്ക് അന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ക്യാച്ചേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി പൂർണ്ണമായും വാക്സിനേഷൻ നടത്താനായിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് സാധ്യമായി. അതേ ഘട്ടത്തിൽ തന്നെ നമ്മൾ മുഴുവൻ വളർത്തുനായ്ക്കൾക്കും നഗരസഭാ അതിർത്തിയിൽ 8 സ്ഥലങ്ങളിലായി പ്രത്യേകമായ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മുഴുവൻ വളർത്തുനായ്ക്കൾക്കും വാക്സിനേഷൻ കൊടുത്തു. അതിന് ലൈസൻസ് നൽകി, ഒപ്പം തന്നെ അതിന് ചിപ്പ് ഘടിപ്പിക്കുന്ന ഒരു സംവിധാനവും ചെയ്തു. ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വർഷം തെരുവുനായ്ക്കൾക്ക് വീണ്ടും 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ വാക്സിനേഷൻ്റെ അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു. ഏകദേശം 300ഓളം തെരുവുനായ്ക്കൾക്ക് ഇപ്പോൾ ഈ അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞ മാസം നമ്മൾ വാക്സിനേഷൻ ചെയ്തു. വളർത്തുനായ്ക്കളുടെ വാക്സിനേഷനും അതിൻ്റെ ലൈസൻസ് പുതുക്കലും അടുത്ത അവസരത്തിൽ തന്നെ നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ്. ഓഗസ്റ്റ് 11-ാം തീയതി കേസ് പരിഗണിച്ച സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ എല്ലാ തെരുവ് നായ്ക്കളെയും ഷെൽട്ടർ ചെയ്യണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ ഈ വിധിക്കെതിരെ പല ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് കേസ് പുനഃപരിഗണിച്ചു. തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധീകരണത്തിനും വിധേയമാക്കണമെന്നും അക്രമവാസന കാണിക്കുന്ന നായ്ക്കളെ ഷെൽട്ടർ ചെയ്യണമെന്നും ഹൈക്കോടതിയിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ വാർഡുകളിൽ ഒരു പൊതുസ്ഥലം കണ്ടെത്തണമെന്നും മറ്റിടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്കെതിരെ കേസെടുക്കാനും ഇത്തരം കാര്യങ്ങൾ തദ്ദേശീയ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്നും ഈ കേസിൽ സംസ്ഥാനങ്ങളോട് കക്ഷി ചേരാനും എതിർകക്ഷിയെ ചേരുന്ന വ്യക്തികൾക്കും സംഘടനകളും 50,000 മുതൽ 2 ലക്ഷം രൂപ രജിസ്റ്റർ ചെയ്യണമെന്നും ഈ തുക തെരുവുനായയുടെ പരിപാലനത്തിനും ക്ഷേമത്തിനും വിനിയോഗിക്കുമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. കൂടാതെ തെരുവുനായ വിഷയത്തിൽ ഒരു ദേശീയ നയം രൂപീകരിക്കാനും സുപ്രീം കോടതി ഉത്തരവിൽ എടുത്തു പറയുന്നു. എങ്കിലും തെരുവുനായ ആക്രമണം ഇപ്പോഴും നിർബാധം തുടരുന്നു.
തെരുവുനായ്ക്കളുടെ പ്രശ്നം നമ്മുടെ കൊച്ചു കേരളത്തെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവുനായ്ക്കളുടെ പ്രശ്നം. കേരളത്തിൽ പല നഗരസഭകളും കൈക്കൊണ്ടിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പല നഗരസഭകളും അതിനെ വേണ്ടത്ര രീതിയിൽ ഷെൽട്ടറുകൾക്ക് പണിത് പല അവരെ മാറ്റിപ്പറപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊട്ടും പല നഗരസഭകളിൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഷെൽട്ടർ പണിയാനായിട്ടുള്ളൊരു സംവിധാനം ജില്ലാ പഞ്ചായത്തിന് മുഖേനയായിട്ട് വന്നിരുന്നതാണ്. പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള സ്ഥലവും കിട്ടിയില്ല, ചെയ്യാനായിട്ട് അത്ര ശ്രദ്ധയും കൊടുത്തില്ല. വീഴ്ചകൾ നിരവധി ചാലക്കുടി നഗരസഭയ്ക്ക് അതിന് പേരിൽ പറ്റിയിട്ടുണ്ട്. ഇത് ഒരു നഗരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമാകണം. തെരുവ് നായകൾ പെരുകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പൊതുജനങ്ങളാണ്. അവർ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അറവുശാലകളിലെ മാലിന്യങ്ങളും കോഴിക്കടകളിലെ മാലിന്യങ്ങളും തിന്ന് തെരുവ് നായകൾ വർദ്ധിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ലഭ്യതയനുസരിച്ച് നായ്ക്കൾ വന്നുകൊണ്ടേയിരിക്കും. കൂടുതലായി പ്രായം ചെന്നവരും കുട്ടികളുമാണ് തെരുവ് നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. കൊച്ചു കുട്ടികളെ വരെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കണ്ടുവരുന്നിട്ടുള്ളത്. മുതിർന്നവർക്കും അത് പ്രായമുള്ളവർക്കും റോട്ടിൽ കൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അതുവരെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ തെരുവ് നായ്ക്കളിൽ നിന്ന് മനുഷ്യനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം വരെ നമ്മളൊരു ഉത്തരവാദികളാണ്. കാരണം തെരുവ് നായ്ക്കൾ വളരുന്നത് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ ഭക്ഷണം ആഴ്ചയിൽ 2 തവണയെങ്കിലും ഹോട്ടലിൽ നിന്നുള്ള രീതി നമ്മൾ കൈകൊള്ളുന്നുണ്ട് പല കുടുംബങ്ങളിലും. അതായത് പുതിയ പുതിയ ഹോട്ടലുകൾ വരുമ്പോൾ അതിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കഴിച്ച് അവരെന്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിലാണ് ഇപ്പോൾ എല്ലാം പാചകം ചെയ്ത് അല്ലെ സലാഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും കവറിൽ കെട്ടി റോട്ടിലേക്ക് വീക്കുന്ന രീതി. അത് നമ്മൾ വിചാരിക്കും അതവിടെ കിടന്ന് നഗരസഭപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞാറി പോകുന്നു വിചാരിക്കണം. പക്ഷെ അത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണമായി മാറുന്നു. നമ്മളാണ് അവരെ വളർത്തുന്നത്. അപ്പോൾ അത് ആ രീതി നമ്മൾ മാറ്റണം. നാടിനെ ഈ തെരുനായ്ക്കളുടെ ശല്യം മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ രീതി മാറ്റി കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ കോഴിക്കടയിൽ നിന്ന് വേസ്റ്റ് കാല് പോലുള്ള കാര്യങ്ങളൊക്കെ വേസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മൃഗസ്നേഹികൾ പട്ടിസ്നേഹികൾ അവർ ബൈക്കുമ്പോൾ പോയി പല കേന്ദ്രങ്ങളിൽ എറിഞ്ഞു കൊടുക്കുന്ന രീതി. അവർ വിശപ്പ് മാറ്റുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ സ്വന്തം പറമ്പിൽ ഒരു ഷെൽട്ടർ കെട്ടി 5-10 നായ്ക്കളെ ഞങ്ങൾ നഗരസഭ വേണമെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് തരാം. അവർ സ്വന്തം വീടുകളിൽ അല്ലെങ്കിൽ സ്വന്തം പറമ്പിലോ അത് ഷെൽട്ടർ പണിത് ആ തെരുനായ്ക്കളെ പരിചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ കൂട്ടമായിട്ട് അവർ തമ്പടിക്കും. കൊച്ചുകുട്ടി കൊടുക്കാത്ത ദിവസങ്ങളിൽ കൊച്ചുകുട്ടികളൊക്കെ അതിലേ പോകുമ്പോൾ അവരെ ആക്രമിക്കുന്ന കൂട്ടമായിട്ട് ആക്രമിക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ പോലുള്ള ആളുകൾ സ്വയം പിന്മാറിക്കൊണ്ട് അവർ ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ ആരും എതിരല്ല. പക്ഷെ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി കൊണ്ടും അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ കൊണ്ടു വെച്ച് വേണം ഇതൊക്കെ ശരിയാക്കാനായിട്ട്. അപ്പം നമ്മൾ ജനങ്ങളാണ് ഇത് വളർത്തുന്നതിൽ ഈ തെരുനായ്ക്കൾ കൂടുതൽ വരുന്നതിൽ കൂടുതൽ പങ്കുവയ്ക്കുന്നത്. ആ പങ്കുകൾ നമ്മൾ നിർത്തലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പരമാവധി തെരുവ് നായ്ക്കളെ വർധനവ് ഇല്ലാതിരിക്കാനും അവ ഈ അക്രമകാരികളാകാതിരിക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്കും ശ്രദ്ധിച്ചാലായിട്ട് നമുക്ക് സാധ്യമാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ചും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം ലഭ്യമാകുന്ന സൗകര്യങ്ങളാണ് പലപ്പോഴും അതാത് സ്ഥലങ്ങളിൽ ഇത് പെരുകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. കൂട്ടമായി ഇവ ഓരോ പ്രദേശത്ത് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് അവിടെയൊക്കെ ഭക്ഷണങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ പട്ടണങ്ങളിലേക്ക് ഈ തെരുവ് നായ്ക്കൾ ഒരുപാട് കടന്നു വരുന്നത് മാർക്കറ്റ് പ്രദേശങ്ങൾ, അതുപോലെ കച്ചവട സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങൾ, ഹോട്ടലുകളുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് വരുന്നത് ഇവയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള സൗകര്യം കൂടുതൽ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
ഒപ്പം ആളുകളിൽ പലരും ഈ നായിനോടുള്ള വലിയ സ്നേഹത്തിൻ്റെയൊക്കെ താല്പര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തെരുവ് നായ്ക്കൾക്ക് ഒരു ക്രമവുമില്ലാതെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും നഗരസഭ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുകയും ആവശ്യമായിട്ടുള്ള ഫൈൻ ഏർപ്പെടുത്തുകയൊക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നുള്ള ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫൈനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയും ആ കാര്യത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായതായിട്ട് നമുക്കറിയാനായിട്ട് സാധിച്ചു. എന്തായാലും അത് ഒരു പരിധി വരെ ഈ നഗരസഭയുടെ ഒക്കെ അനുമതിയോ പ്രത്യേകമായ ഒരു സ്ഥലമൊന്നും നിശ്ചയിക്കാതെ വഴിയോരങ്ങളിലൊക്കെ തെരുവ് നായ്ക്കൾക്ക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൊടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എന്തായാലും സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശത്തിൻ്റെ കൂടെ ഭാഗമായി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തായാലും സ്വീകരിക്കുന്നുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇപ്പോൾ നിരീക്ഷണ ക്യാമറകൾ നഗരസഭ തന്നെ സ്ഥാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇവയെ കണ്ടെത്താനും നഗരസഭയ്ക്ക് തീർച്ചയായിട്ടും സാധ്യമാകും. ഒപ്പം തന്നെ ആളുകളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി അധികാരികളെ അറിയിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി എന്തായാലും ഉണ്ടാകണം. ഈ ഭക്ഷണം തെരുവ് നായ്ക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇപ്പോൾ കോടതിയുടെ ഈ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താനും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ മാത്രം ഒരുക്കാനായിട്ട് നിർദ്ദേശം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ നടപടി നഗരസഭയുടെ ഭാഗത്ത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ കടിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വലിയ പ്രശ്നങ്ങളാണ്. കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, മുതിർന്നവർ, പല സെലിബ്രിറ്റികൾ വരെ ഈ തെരുവുനായ ആക്രമണം സഹിക്കേണ്ട ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ് ഷെൽട്ടറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ഈ തെരുവുനായ കൂടുന്നൊരു സാഹചര്യമാണ്. ഇപ്പോഴും നമ്മൾ ABC ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, മറ്റുള്ള പല ഷെൽട്ടറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് പോലും ശല്യം കുറവ് വരുന്നൊരു സാഹചര്യം നിലവിലില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ മാലിന്യം നഗരസഭ പരമാവധി വലിച്ചെറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വലിയ പിഴ ചുമത്തുകയൊക്കെ ചെയ്തിട്ട് പോലും ഇത് വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ മൃഗസ്നേഹികൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ പട്ടികൾ തെരുവത്തുള്ള പട്ടികൾക്ക് തീറ്റ കൊണ്ട് കൊടുക്കാനും മറ്റുള്ളതിന് ഇപ്പോഴും കുറേ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഷെൽട്ടറുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കും. അതിൽ നായകളെ എത്തിക്കാൻ പറയുന്നൊരു സാഹചര്യം. എന്നാൽ കേരളത്തിൽ എൻ്റെ അറിവിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാനൊരു വാദത്തിന് വേണ്ടി പറയല്ല. ഈ ഷെൽട്ടറുകൾ ഒരു സ്ഥലത്ത് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. വന്ധീകരിക്കുക, വാക്സിനൈസേഷൻ ചെയ്യുക, ഷെൽട്ടറിങ് ചെയ്യുക എന്നിവയാണ് നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെന്നാണ് ഭരണപക്ഷം. തെരുവുനായ പ്രശ്നത്തിൽ ഒരു ദേശീയ നയം തന്നെ വേണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനങ്ങളെ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു നയരൂപീകരണമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ഷെൽട്ടർ നിർമ്മിക്കുക, അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുക, ഒപ്പം തന്നെ ഇവയ്ക്ക് വന്ധീകരണം നടത്തുക, ഈ ഒരു 2 കാര്യങ്ങളാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധ്യമാകുന്ന 2 കാര്യങ്ങൾ. ഈ 2 കാര്യത്തിലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നഗരസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, നിലവിൽ ABC പ്രോഗ്രാം വന്ധീകരണം നമുക്ക് നടത്തുന്നതിന് നിലവിൽ നമ്മുടെ നഗരസഭാ അതിർത്തിയിലെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യം നിയമപരമായി ചില തടസ്സവാദങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല. ഒപ്പം തന്നെ ജില്ലയിൽ തന്നെ ഇപ്പോൾ അപൂർവമായിട്ട് നിലവിൽ കോർപ്പറേഷൻ്റെ കീഴിലൊക്കെ മാത്രം പ്രവർത്തിക്കുന്ന വന്ധീകരണ ശസ്ത്രക്രിയ നടത്തുന്ന സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് തെരുവ് നായ്ക്കളെ വന്ധീകരണത്തിന് കൊണ്ടുപോവുക, അവിടെ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിലും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അതിപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ട്, വന്ധ്യംകരണം നമുക്ക് കൃത്യമായിട്ട് നടത്താനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ക്രമാതീതമായുള്ള വർധനവ് നമുക്ക് പെരുകുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധ്യമാകും. നേരത്തെയൊക്കെ നമ്മുടെയൊക്കെ താലൂക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മളിത് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിയമപരമായ തടസ്സങ്ങൾ കൊണ്ട് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധ്യമാകുന്നില്ല. രണ്ടാമത്തെ, ഷെൽട്ടർ സ്ഥാപിക്കുക, ഷെൽട്ടറിലേക്ക് തെരുവ് നായ്ക്കളെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഷെൽട്ടർ സ്ഥാപിക്കാനായിട്ട് നമ്മൾ 2-3 ഘട്ടങ്ങളായി നമ്മളതിന് സ്ഥലം കണ്ടെത്തുകയും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ നടത്തിയതാണ്. പക്ഷേ ഷെൽട്ടർ സ്ഥാപിക്കാൻ ഏത് പ്രദേശത്തേക്ക് അങ്ങനൊരു ആലോചന നമ്മൾ നടത്തിയാലും ആ പ്രദേശങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള ജനങ്ങളുടെ എതിർപ്പ് ഉടൻ തന്നെ ഉണ്ടാവുകയാണ്.
അത് അങ്ങനെ ഒരു തെരുവ് നായ്ക്കളെ താമസിപ്പിക്കാൻ മാറ്റി നിർത്താനുള്ള ഒരു ഷെൽട്ടർ ഒരു പ്രദേശത്ത് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ജനവാസ മേഖലയ്ക്കാകുമ്പോൾ പ്രത്യേകിച്ചും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആളുകളിൽ ആശങ്കയുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പട്ടണ പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് വിജനമായ ജനവാസമല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടും ഇപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഇത് രണ്ടും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ്. എങ്കിലും ഷെൽട്ടർ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് തന്നെയാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടുള്ള നല്ലൊരു ശ്രമം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി, അതിലിപ്പോൾ ഒരു രണ്ട് ഭാഗമോ അല്ലെങ്കിൽ രണ്ടഭിപ്രായം ഒന്നും നഗരസഭയിലില്ല. അതിനാവശ്യമായ സൗകര്യങ്ങൾ എത്രയും വേഗം കണ്ടെത്തണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനനുസരിച്ച് നഗരസഭ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണല്ലോ. അതെ 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 അതെ. അപ്പോൾ എങ്ങനെയാ ഈ തെരുവ് നായശല്യം വളരെ രൂക്ഷമായിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എങ്ങനെയാ അത് എഫക്ട് ചെയ്യാറുണ്ടോ? അത് ഈ തെരുവ് നായകൾ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് വരണേ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. പേടിയുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഓടുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവർ പിന്നാലെ ഓടി എന്തെങ്കിലും ആക്രമണം ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് പട്ടിയുടെയൊക്കെ കടി കൊണ്ട് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പട്ടി ശല്യം ഭയങ്കര, തെരുവാളുടെ ശല്യം ഭയങ്കരമാണ്. ചിലര് ഈ പട്ടിക്ക് തീറ്റ വഴിയിലൊക്കെ ഇട്ട് കൊടുക്കണ്ട്. അത് ഇപ്പൊ സുപ്രീം കോടതി അത് ശിക്ഷ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ പട്ടിക്ക് തീറ്റ വഴിയിലിട്ട് തീറ്റ? പക്ഷെ അവറ്റങ്ങള് ഈ വഴിയിലിട്ട് തീറ്റ കൊടുക്കുന്ന ശല്യം ഉണ്ടാവാണ്ടിരിക്കാൻ ചിലർ വേണമെങ്കിൽ ചെയ്യണതായിരിക്കും അതൊക്കെ. പക്ഷെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പിന്നെയും പട്ടി അവിടെ അല്ലേ നിൽക്കുള്ളൂ, പുറത്തേക്ക് പോകണില്ല. അവിടെ ആകുമ്പോൾ പിന്നെയും കൂടി വരുമ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര പിന്നെയും ശല്യമായിരിക്കും. അപ്പോൾ അത് കൊടുക്കാണ്ടിരുന്നിട്ട് ആളുകൾ അതിനെ എവിടെയെങ്കിലും മാറ്റി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഉപകാരമാണ്. ഗവൺമെൻറ് ഇതിന് ശരിക്കും അതിന് മുൻകൈ എടുത്താലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരാണ് ഇതിന് കൂടുതൽ റിസ്ക് എടുത്തിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പട്ടിയുടേതായ ശല്യങ്ങൾ മാറ്റുന്നത് ഇത്തിരി കൂടി നല്ലത്. ഈ നായയെ കൊന്നാൽ പലവിധ നിയമപ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കോഴിയെ കൊല്ലാം, ആടിനെ കൊല്ലാം, പശുവിനെ കൊല്ലാം, താറാവിനെ കൊല്ലാം, പട്ടിയെ മാത്രം കൊന്നുകൂടാ. മനുഷ്യന് നിത്യശത്രുവായ പട്ടിയെ ABC അടക്കമുള്ള പലവിധ നടപടികളിലൂടെ നിയന്ത്രിക്കണമെന്നാണ് അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഷ്യം. മൃഗസംരക്ഷണ സംഘടനയായ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് പെറ്റ ഇന്ത്യ എതിർത്തു. നായ്ക്കളെ കൂട്ടമായി വസിപ്പിക്കുന്നത് പലവിധ സാമൂഹിക പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് പെറ്റ പറയുന്നത്. ഈ ഹർജി പരിശോധിച്ച സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യണമെന്നും വന്ധ്യീകരിക്കണമെന്നും ഷെൽട്ടറിംഗ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എങ്കിലും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഇപ്പോഴും തെരുവുനായ അലഞ്ഞു നടക്കുന്നു. അത് പ്രായമായവരെയും കുട്ടികളെയും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ഷുദ്രജീവി ഇനത്തിൽപ്പെടുത്തി നായയെ ഇല്ലായ്മ ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ് നായ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? നമ്മുടെ മുതിർന്ന പൗരന്മാരെക്കാളും കുട്ടികളെക്കാളും പ്രാധാന്യമുണ്ടോ നായയ്ക്ക്?